മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തമായിട്ടൊന്ന് കരങ്ങളടിച്ച് ആമേൻ. ഇരിക്കാം. നമ്മൾ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് വളരെ വ്യക്തമായി കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു. നമ്മൾ ഇന്നലെ ചിന്തിച്ചുകൊണ്ടിരുന്ന വചനത്തിൻ്റെ അവസാന ഭാഗം നമ്മൾ പറഞ്ഞ് തീർക്കാനുണ്ട്. 2 ദിനവൃത്താന്തം എത്ര അധ്യായം? 20-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം. 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൻ്റെ 12 വരെയാണ് നമ്മൾ വായിച്ചത്. എന്തൊക്കെയാണ്? ഒന്ന്, ദൈവത്തിൻ്റെ യഹോശാഫാത്തിൻ്റെ പ്രാർത്ഥനയിൽ. ഒന്നാമത്തെ കാര്യം ദൈവത്തിൻ്റെ ശക്തി. രണ്ടാമത്തേത് ദൈവത്തിൻ്റെ പ്രവൃത്തി. മൂന്നാമത്തേത് ദൈവത്തിൻ്റെ വാഗ്ദാനം. നാലാമത്തേത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. അഞ്ചാമത്തേത് ഞങ്ങൾക്ക് ശക്തിയില്ല. ആറാമത്തേത് ഞങ്ങൾക്ക് അറിയില്ല. ഇത്രയും കാര്യങ്ങളാണ് യഹോശാഫാത്ത് പ്രാർത്ഥിച്ചത്. അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തനം ഉണ്ടായി. എങ്ങനെയാണ് ദൈവം പ്രവർത്തിച്ചത്? വായിക്കാം. 13-ാമത്തെ വാക്യം. യൂദായിലെ പുരുഷന്മാരെല്ലാവരും, വായിക്കാം, കുട്ടികളോടും ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും കൂടെ കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് സഭാമധ്യേ നിന്നിരുന്ന ആസാഫ് വംശജനും ലേവ്യനുമായ യഹസീയേലിൻ്റെ മേൽ വന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. കണ്ടോ? കർത്താവിൻ്റെ ആത്മാവ് യഹസീയേലിൻ്റെ മേൽ വന്നു. ഇത് 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ ലൂക്ക 1:35. ലൂക്ക 1:35 ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. നമ്മൾ 2 തരത്തിലാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വ്യക്തികളുടെ മേൽ വരുന്നത്, വ്യക്തികളിൽ വരുന്നത്. ഒന്ന്, വ്യക്തികളുടെ മേൽ. 2, വ്യക്തികളുടെ ഉള്ളിൽ. പറഞ്ഞേ, വ്യക്തികളുടെ മേൽ, വ്യക്തികളുടെ ഉള്ളിൽ. ഹോളി സ്പിരിറ്റ് അപ്പോൺ മേൽ, ഹോളി സ്പിരിറ്റ് ഇൻ, വ്യക്തികളിൽ. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഇങ്ങനെ 2 തരത്തിലാണ് പരിശുദ്ധാത്മാവ് നമ്മളിലും പ്രവർത്തിക്കുന്നത്. 2 വിധത്തിലാണ്. ഒന്ന്, നമ്മുടെ ഉള്ളിൽ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നത് എപ്പോഴാണ് ജ്ഞാനസ്നാന കൂദാശയുടെ സമയത്ത്, അല്ലെങ്കിൽ സ്ഥൈര്യലേപനത്തിൻ്റെ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ വരുന്നു. ഇനി പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നത് എപ്പോഴെന്നറിയാമോ? പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും. എന്താ വ്യത്യാസം? ഒന്ന്, നമ്മുടെ അകത്ത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമായി പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വാഴും. ആ ആത്മാവാണ് നമ്മളെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നത്. റോമർ 8:26. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ, അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കാൻ സഹായിക്കും, നമ്മുടെ ഉള്ളിലിരുന്ന് ദൈവത്തെ സ്നേഹിക്കാൻ സഹായിക്കും, നമ്മുടെ ഉള്ളിലിരുന്ന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കും, നമ്മുടെ ഉള്ളിലിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സഹായിക്കും. ഇതെല്ലാം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ. എന്നാൽ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പറയുന്നത് യഹസീയേലിൻ്റെ മകന് ആസാബിൻ്റെ മകൻ ആസാബ് വംശജനായിരുന്ന യഹസീയേലിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വരികയാണ്. മേൽ എന്തിനാണെന്നറിയാമോ? അത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില വ്യക്തികളെ ചില ദൈവിക കാര്യങ്ങൾ ചെയ്യാൻ ദൗത്യം കൊടുക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരും. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതാണ് നമ്മളിവിടെ കാണുന്നത്. യഹസീയേലിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഇപ്പോൾ ഇവിടെ ഈ തീരത്ത് കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ മകനും മകളും പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങ് എൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്, ഇനി എൻ്റെ മേൽ എപ്പോഴും വരണമേ. ഇതിൻ്റെ പേരാണ് പന്തക്കുസ്ത. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് നമ്മുടെ ഉള്ളിൽ എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒരു ശക്തിയായി കത്തിപ്പടരുന്നതിൻ്റെ പേരാണ് പന്തക്കുസ്ത. ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? അതിശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളിൽ വെളിപ്പെടുന്നതാണ്
പെന്തക്കുസ്ത. അപ്പോൾ അതുകൊണ്ട് യഹസീയേലിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. വായിക്കാം വാക്യം 14. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ്, ഉറക്കെ വായിക്കാം. സഭാമധ്യയിൽ നിന്നിരുന്ന ആസാഫ് വംശജനും ലേവ്യനുമായ യഹസീയേലിൻ്റെ മേൽ വന്നു. അവൻ സക്കറിയായുടെയും സക്കറിയ ബനായായുടെയും ബനായ ജായിയേലിൻ്റെയും ജായിയേൽ മത്താനിയായുടെയും മകനായിരുന്നു. 15. യഹസീയേൽ പറഞ്ഞു, യൂദായിലും ജെറുസലേമിലും വസിക്കുന്നവരും യഹോശാഫാത്ത് രാജാവും കേൾക്കട്ടെ. കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പറയാണ്, ദൈവമക്കളോട് പറയാണ്, നിങ്ങളല്ല യുദ്ധം ചെയ്യാൻ പോകുന്നത്, ദൈവമാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളല്ല, ദൈവമാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. 2 മക്കവായർ 8:18. അവർ ആയുധങ്ങളിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനിലാണ് നമ്മുടെ പ്രത്യാശ. നമ്മുടെ പ്രത്യാശ. ആരാണ് യുദ്ധം ചെയ്യുന്നത്? ദൈവമാണ് യുദ്ധം ചെയ്യുന്നത്. അതാണ് പുറപ്പാട് 14:14. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. പുറപ്പാട് 14:14. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. പറഞ്ഞേ ഹല്ലേലൂയ. സങ്കീർത്തനം 46:9. അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധമില്ലാതാക്കുന്നു, അവിടുന്ന് വില്ലൊടിക്കുന്നു, കുന്തം തകർക്കുന്നു, രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നു. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ശാന്തമാവുക. അതായത് ദൈവമക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്, യുദ്ധം ചെയ്യേണ്ടത് ആരാണ്? കർത്താവാണ്. കർത്താവാണ് യുദ്ധം ചെയ്യേണ്ടത്, കർത്താവാണ്. അതുകൊണ്ട് യഹസീയേൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, നിങ്ങൾ പേടിക്കണ്ട. കാരണം ആരാണ്? ഈ അമ്മോന്യർ, മയൂന്യർ, സെയീർ പർവ്വത നിവാസികൾ, ഇവർക്കെതിരെ യുദ്ധം ചെയ്യാൻ പോകുന്നത് ദൈവമായ കർത്താവാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവ ശുശ്രൂഷയ്ക്ക് ഒരുപാട് ആളുകൾ വേണമെന്നില്ല. മനസ്സിലായോ? ഒരു യുദ്ധം ദൈവം ചെയ്യുമ്പോൾ ദൈവത്തിന് ഒരുപാട് ആളുകൾ വേണമെന്നില്ല. കുറച്ചാളുകളായാലും ദൈവം ശക്തമായിട്ട് യുദ്ധം ചെയ്യും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ദൈവം പറയുന്നത് ഇങ്ങനെയാണ്. മക്കബായരുടെ പുസ്തകത്തിൽ കർത്താവിൻ്റെ വചനം, ദൈവം യുദ്ധം ചെയ്യുമ്പോൾ ആ യുദ്ധത്തിന് സൈന്യബലം, ആ സൈന്യത്തിൻ്റെ സംഖ്യ, അതിൻ്റെ വലിപ്പം ദൈവത്തിന് പ്രധാനമല്ല. 1 മക്കബായർ 3:18. 1 മക്കബായർ 3:18-19. അവൻ പറഞ്ഞു, അനേകം പേരെ എളുപ്പത്തിൽ ഉപരോധിക്കാൻ കുറച്ച് പേർക്ക് പറ്റും. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, അവൻ പറഞ്ഞു അനേകം പേരെ എളുപ്പത്തിൽ ഉപരോധിക്കാൻ കുറച്ച് പേർക്ക് കഴിയും. കാരണം രക്ഷ നൽകാൻ ഉപയോഗിക്കുന്ന സൈന്യം വലുതോ ചെറുതോ എന്നത് ദൈവദൃഷ്ടിയിൽ അപ്രധാനമാണ്. കേൾക്കുന്നുണ്ടോ? രക്ഷ നൽകാൻ ഉപയോഗിക്കുന്ന സൈന്യം വലുതാണോ ചെറുതാണോ എന്നുള്ളത് ദൈവത്തിൻ്റെ കണ്ണിൽ അപ്രധാനമാണ്. അടുത്ത വാക്യം, സൈന്യത്തിൻ്റെ വലിപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിൻ്റെ വിജയം. മനസ്സിലായോ? സൈന്യത്തിൻ്റെ വലിപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിൻ്റെ വിജയം. ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ഹല്ലേലൂയ. ശക്തി വരുന്നത് ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മൾ ഈ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, നമ്മളാരും ഒറ്റയ്ക്കല്ല. ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കതകടച്ച് ഒരു മുറിയിൽ കയറി ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കണം. ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, ലോകത്തൊരാൾക്കും ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? പറ്റത്തില്ല. പ്രാർത്ഥിക്കാൻ ഒരാളെ സഹായിക്കുന്നത് ആരാണ്? റോമർ 8:26-28. പ്രാർത്ഥിക്കാൻ 26. റോമർ 8:26. പ്രാർത്ഥിക്കാൻ സഹായിക്കുന്ന ആരാ? പരിശുദ്ധാത്മാവാണ്. പറഞ്ഞേ ഹല്ലേലൂയ. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക.
പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ ഒറ്റയ്ക്കാണോ? അല്ല. ഇനി ഒരു ക്രിസ്തീയ വിശ്വാസി പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നത് ആ ആളല്ല, യേശുവാണ്. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം എന്തെന്നറിയാമോ? ഗത്സമൻ തോട്ടത്തിൽ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചിട്ട് ഈശോ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുവോളം നിങ്ങളെവിടെ ഇരിക്കുവിൻ. ഈശോ എന്താ പറഞ്ഞേ? ഞാൻ പ്രാർത്ഥിക്കുവോളം നിങ്ങളിവിടെ. ആരാണ് പ്രാർത്ഥിക്കുന്നത്? യേശുവാണ് പ്രാർത്ഥിക്കുന്നത്. അവിടുന്ന് എന്ത് ചെയ്തു? പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നതാണ് കുർബാന. അപ്പോൾ ആരാണ് പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ ഒരു ക്രിസ്തീയ വിശ്വാസി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, പ്രാർത്ഥിക്കുന്നത് യേശുവാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ 2 1 3 ഇനി ആരോടാണ് പരിശുദ്ധാത്മാവും പുത്രനും പ്രാർത്ഥിക്കുന്നത്? പിതാവിനോടാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായതുകൊണ്ട് അപ്പോൾ പിതാവുമായി. അപ്പോൾ ആരായി? എത്രയായി? 3 1 4. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. മിനിമം 4 പേരെങ്കിലും ഒരാളുടെ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയിൽ കൂടെ ഉണ്ടാവും. ഇനി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എവിടെ ഉണ്ടോ അവിടെ മാലാഖമാരുണ്ടാവും, വിശുദ്ധരുണ്ടാവും, സ്വർഗവാസികളുണ്ടാവും. അതായത് ഒരു വിശ്വാസി അയാളൊരു പ്രാർത്ഥനാ മുറിയിൽ ഒറ്റയ്ക്കാണെങ്കിലും ലക്ഷക്കണക്കിന് ദൈവദൂതന്മാരുടെയും കോടിക്കണക്കിന് ദൈവദൂതന്മാരുടെയും വിശുദ്ധരുടെയും പുണ്യവാന്മാരുടെയും കൂട്ടായ്മയിലാണ് ഒരു ദൈവവൈതൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നത് പോലും. മനസ്സിലാവുന്നുണ്ടോ? ഒറ്റയ്ക്ക്. അപ്പോൾ ഒറ്റയ്ക്കാവാൻ പറ്റില്ല. ഒരു സൈന്യം നമ്മുടെ കൂടെയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഈ കാണുന്നില്ലെന്നേ ഉള്ളൂ. അമ്മച്ചി നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. ആരുണ്ട് നമ്മുടെ കൂടെ? ആരുണ്ട്? ഒരു വലിയ സൈന്യം നമ്മുടെ കൂടെയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. വലിയ ഒരു സൈന്യം നമ്മുടെ കൂടെയുണ്ട്. വലിയ സൈന്യം. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഈ സൈന്യം നമ്മളെ സഹായിക്കാൻ കൂടെയുണ്ടെന്ന് എപ്പോഴും ഓർത്തിരിക്കണം. ദൈവമാണ് യുദ്ധം ചെയ്ത്. നമ്മൾ ഈ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ ഒരു സംഭവം കാണുകയാണ്. അത് രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 2 രാജാക്കന്മാർ 6-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. ഒരിക്കൽ ഒരിടത്ത് ഒരു അപ്പൂപ്പനും ഒരിക്കൽ സിറിയ രാജാവ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു. ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് നോക്കിയാൽ എന്നെ കാണാമോ? നോക്കണം. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒരു കൊച്ചു രാജ്യമാണ്. ആ കൊച്ചു രാജ്യം ഏതാണ്ട് ഭൂമിയുടെ മധ്യഭാഗത്തായിട്ട് വരും. കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ചെറിയ രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പെന്ന് പറയുന്നത് വലിയ രാജ്യങ്ങളുടെ നടുക്കായിരുന്നു. അപ്പം അതുകൊണ്ട് ഒരു സൈഡിൽ ഇസ്രായേലിൻ്റെ ഒരു സൈഡിൽ സിറിയ, ഇസ്രായേലിൻ്റെ മറു സൈഡിൽ ഈജിപ്ത്, ഇതിൻ്റെ നടുവിലാണ് ഇസ്രായേൽ. അപ്പോൾ ബൈബിളിൽ നമ്മൾ ഈ വായിക്കുന്ന ഈ ഇസ്രായേൽ ഒരു കുഞ്ഞു രാജ്യം. ആ കുഞ്ഞു രാജ്യം വലിയ സാമ്രാജ്യങ്ങളുടെ നടുക്കായിരുന്നു. ഈ സാമ്രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുമ്പോൾ സിറിയ ഈജിപ്തിലേക്ക് പോയാലും ഈജിപ്ത് സിറിയയിലേക്ക് പോയാലും ഇസ്രായേലിൻ്റെ തലമണ്ട ചവിട്ടിയിട്ടാണ് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ചെറിയ രാജ്യത്തെ ചവിട്ടി മെതിച്ചിട്ടാണ് ഈ പോക്കെല്ലാം. അതുകൊണ്ട് നിരന്തരമായ സംഘർഷങ്ങളുടെ നടുവിലായിരുന്നു ഈ രാജ്യം കഴിഞ്ഞിരുന്നത്. ഇനി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ച് ഇവർക്ക് മടുക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നറിയാമോ? അതായത് ഒരുപാട് മല്ലന്മാല ഇടിച്ചിട്ടിട്ട് ഒരു മല്ലൻ ഇങ്ങനെ നടക്കുമ്പോൾ അവൻ്റെ കലി തീരാഞ്ഞിട്ട് ഒരു ചെറിയ കുട്ടി അവിടെ നിൽക്കുകയാണ്, അവൻ്റെ തലക്കിട്ട് അടി അടിച്ചിട്ട് പോകും എന്ന് പറഞ്ഞ പോലാണ് ഇസ്രായേലിനെ ഇടയ്ക്കിടയ്ക്ക് ഇവർ വന്ന് വെറുതെ ആക്രമിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. വെറുതെ ആക്രമിക്കും. അങ്ങനെ വെറുതെ ആക്രമിച്ചുകൊണ്ടിരുന്ന ഒരു രാജാവാണ് സിറിയ രാജാവ്. സിറിയ രാജാവിന് ഇടയ്ക്കിടയ്ക്ക് ബോറടിക്കുമ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ വരും.
പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇസ്രായേലിനെ സിറിയ രാജാവ് എപ്പോൾ ആക്രമിക്കാൻ വന്നാലും അവിടെ ഒരു പ്രവാചകനുണ്ട്. പ്രവാചകൻ്റെ പേര് എലീഷ. എലീഷായ്ക്ക് ദർശനത്തിൽ ദൈവം വെളിപ്പെടുത്തി കൊടുക്കും, ഇസ്രായേൽ സിറിയ യുദ്ധത്തിന് വരുന്നു. അപ്പോൾ എലീഷ ചെന്ന് രാജാവിനോട് ഈ വിവരം കൈമാറും. രാജാവ് സിറിയ രാജാവ് എത്തുന്നതിന് മുമ്പേ അങ്ങോട്ട് ചെന്ന് യുദ്ധം ചെയ്ത് അവരെ ഓടിക്കും. ഇപ്പം സിറിയ രാജാവ് ഇത് കാരണം, ഈ മുന്നറിയിപ്പ് ദൈവമനുഷ്യൻ എലീഷ നൽകുന്നത് കാരണം പലതവണ ഇസ്രായേലിൻ്റെ അടുത്ത് പരാജയപ്പെട്ടപ്പോൾ വായിക്കാം. 2 രാജാക്കന്മാർ 6:11. സിറിയ രാജാവ് തന്മൂലം അസ്വസ്ഥനായി. അവൻ ഭൃത്യന്മാരോട് ചോദിച്ചു, നമ്മുടെ ഇടയിൽ ഇസ്രായേൽ രാജാവിന് വേണ്ടി നിലകൊള്ളുന്നവനെ നിങ്ങൾ കാണിച്ചു തരികയില്ല. ആരാണ് ഈ കാര്യം ചെന്ന് പറഞ്ഞു കൊടുക്കുന്നത്? അപ്പോൾ 12-ാമത്തെ വാക്യം വായിക്കാം. ഭൃത്യന്മാരിൽ ഒരുവൻ പറഞ്ഞു, രാജാവേ, നമ്മുടെ ഇടയിലെ ആരുമല്ല. രാജാവ് കിടപ്പറയിൽ സംസാരിക്കുന്നത്, ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നത് ഇസ്രായേലിന്റെ പ്രവാചകനായ എലീഷായാണ്. സിറിയ രാജാവിനോട് പറയാണ്, രാജാവ് രാത്രിയിൽ കട്ടിലേ കിടന്ന് പറഞ്ഞതുവരെ ഓഡിയോ ഉള്ള CCTV ക്യാമറയുണ്ട് ഇങ്ങേരുടെ ഇടയിൽ. അയാൾ പിടിക്കുന്നുണ്ട്. ഇങ്ങേര് ചെന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആമോസിന്റെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വെളിപ്പെടുത്തുന്നുണ്ട്. ആമോസ് 3:7 വായിച്ചേ. ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുകയില്ല. ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കും. അതുകൊണ്ട് ഒരു ദൈവജനത സംരക്ഷിക്കപ്പെടുന്നതും ശക്തി പ്രാപിക്കുന്നതും പ്രവാചകന്മാരുള്ളപ്പോഴാണ്. പറഞ്ഞ ഹല്ലേലൂയ. അപ്പോ പ്രവാചകന്മാർ, അപ്പൊ അതുകൊണ്ട് പറയുകയാണ്, രാജാവേ, നമ്മുടെ കൂട്ടത്തിൽ ആരുമല്ല ചെന്ന് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങ് കിടപ്പറയിൽ പറയുന്നത് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രവാചകൻ ആ നാട്ടിലുണ്ട്. അങ്ങരുടെ പേരാണ്, എന്താ പേര്? ഇന്നലെ കുറച്ച് പേര് പറഞ്ഞാലെന്നല്ലോ. ചേട്ടൻ്റെ പേര് ഏൽക്കാന, ഭാര്യ നമ്പർ 1 പെനീന, ഭാര്യ നമ്പർ 2 ഹന്ന. പള്ളിയിൽ അച്ഛൻ്റെ പേര്, ഒന്ന് കൈയടിച്ചേ, വെരി ഗുഡ്. പിന്നെന്താണോ 8 തോറ്റുപോയത്? പറഞ്ഞ ഹല്ലേലൂയ. അതായത് ഇത്രയൊക്കെ മെമ്മറി ഉണ്ടായിരുന്നിട്ടാണ് 3-ാം ക്ലാസ്സിൽ തോറ്റുപോയത്. എന്താണോ എന്തോ മറന്നുപോയോ? അപ്പോൾ ഈ പറയാണ്, ഇത് ഈ എലീഷ പ്രവാചകനാണ് ഇതെല്ലാം ചെയ്യുന്നത്. വായിച്ചോ. വാക്യം 13, 2 രാജാക്കന്മാർ 6:13. പോയി അവനെ കണ്ടുപിടിക്കേ. അപ്പൊ തന്നെ രാജ, ആരെവിടെ? അപ്പോൾ പടയാളി പറഞ്ഞു, ഞാനിവിടെ. പോയി പിടിച്ചോണ്ട് വേണമെന്ന് പറഞ്ഞു. ആരെയാണ്? എലീഷായെ. പോയി കണ്ടുപിടിക്കുക. അവൻ ആജ്ഞാപിച്ചു, ഞാൻ ആളെ അയച്ച് അവനെ പിടിക്കും. വായിക്കാം. അവൻ ദോഥാനിലുണ്ടെന്ന് അവർ അറിയിച്ചു. രാജാവ് രഥങ്ങളും കുതിരകളും ഒരു വലിയ സൈന്യവും അവിടെ അയച്ചു. അവർ രാത്രി നഗരം വളഞ്ഞു. സംഭവം സീരിയസ് ആയി. CCTV ക്യാമറ എടുക്കാൻ പോയിരിക്കുകയാണ്. ഈ ക്യാമറയാണെല്ലാം പിടിക്കുന്ന അമ്മച്ചി. ക്യാമറ വെക്കാൻ പോയിരിക്കുകയാണ് രാത്രി. നഗരം വളഞ്ഞു. ദൈവപുരുഷന്റെ ദാസന്റെ പേരറിയാവോ? ഗഹസി. എന്താണ്? ഗഹസി രാവിലെ എഴുന്നേറ്റ് പുറത്ത് വന്നപ്പോൾ, എന്തിനാ രാവിലെ എഴുന്നേറ്റ്? പല്ലൊക്കെ തേച്ച് അവിടെ കണ്ടൊരു കമ്പൊടിച്ച് ഇങ്ങനെ പല്ലൊക്കെ തേച്ച് ഗഹസി ഇങ്ങനെ രാവിലെ കറങ്ങി നടക്കുന്ന സമയത്ത് കാണുകയാണ്, രഥങ്ങളും കുതിരകളുമായി സൈന്യം നഗരം വളഞ്ഞിരിക്കുന്നത് കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, അയ്യോ യജമാനനെ, നാം എന്താണ് ചെയ്യേണ്ടത്? അത് നോക്കി മനസ്സിലാവുന്നുണ്ടോ? ഇയാള് പല്ലൊക്കെ തേച്ച് ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അയാൾ നോക്കുമ്പോൾ
കുറ്റിക്കാട്ടിൽ നിന്നെല്ലാം, ഓരോ മരത്തിൻ്റെ പിന്നിൽ നിന്നും, മലയുടെ മറവിൽ നിന്ന് ആയുധധാരികളായ 10,000 പട്ടാളക്കാർ ഇതാ ഏലീശ താമസിക്കുന്ന ആ മലയെ മുഴുവൻ വളഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതേ കിടന്ന് കരഞ്ഞു, യജമാനേ പ്രശ്നമായി, അയ്യോ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ഇപ്പൊ പിടിക്കുകയോ എന്ന് പറഞ്ഞിട്ട് ബഹളം വെക്കുന്ന സമയത്ത് അവൻ പറഞ്ഞു. ആര് പറഞ്ഞു? ഏലീശ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഭയപ്പെടണ്ട. പറഞ്ഞേ ഹല്ലേലൂയ. ഈ വാക്ക് ബൈബിളില് ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പ്രത്യക്ഷമായിട്ട് ഏതാണ്ട് 100 പ്രാവശ്യമുണ്ട്, പരോക്ഷമായിട്ട് ഏതാണ്ട് 365 പ്രാവശ്യമുണ്ട് ബൈബിളിൽ. നേരിട്ട് ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പ്രത്യക്ഷമായിട്ട് ഏതാണ്ട് 100 തവണ ഈ വാക്കുണ്ട്. ഏതാണ്ട് 365ഓളം പ്രാവശ്യം പരോക്ഷമായിട്ട് ഇത് പറയുന്നുണ്ട്, നീ പേടിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ പറയാണ് ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട. ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഭയമുണ്ടെങ്കിൽ അത് ഈ നിമിഷം മാറിപ്പോവട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് എന്തൊക്കെ ഭയമാണ്? രോഗഭയം, മരണഭയം, പിന്നെ പല്ലിയെ പേടി, പട്ടിയെ പേടി, പഴുതാരെ പേടി, പാമ്പിനെ പേടി, പിന്നെ എന്തിനെ പേടി? ഇരുട്ടിനെ പേടി, കടലിനെ പേടി, കരയെ പേടി, പൂച്ചയെ പേടി, പിന്നെ എന്തിനെ പേടി? ബീഡിയെ പേടിയില്ല, മദ്യത്തെ അതൊന്നും പേടിയില്ല, പിന്നെ പാറ്റ, ഇങ്ങനെ പലതിനെയും പേടി. മനുഷ്യന് ഭയം, പിശാചിനെ പേടി, മന്ത്രവാദത്തെ പേടി, ശത്രുദോഷത്തെ പേടി. വചനം പറയുകയാണ് ഭയപ്പെടണ്ട. യെശയ്യാ 41:13. ആരെങ്കിലും ഒരാളെടുത്ത് തുറക്കെ വായിക്ക്. യെശയ്യാ 41:13. യെശയ്യാ 41:13 വായിക്കേ. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കരം പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടരുത്. മനസ്സിലാവുന്നോ? യെശയ്യാ 41:13. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കരം പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടരുത്, ഭയപ്പെടരുത്. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കരം പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടരുത്. ജോഷുവ 1:9. ആരെങ്കിലും ഒരാളെടുത്ത് വായിക്കേ. ജോഷുവ 1:9. ജോഷുവ 1:9 പെട്ടെന്ന് വായിക്കേ. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? മനസ്സിലാവുന്ന? കർത്താവ് പറയാണ്, ജോഷുവയോട് പറയാണ്, ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഇതിനൊക്കെ വലിയൊരു വാഗ്ദാനം ദൈവത്തിന് തരാനില്ല. നീ കർത്താവ് പറഞ്ഞില്ല ഞാൻ ഉള്ളിടത്തേക്ക് നീ വാ, അവിടെ വെച്ച് നീ എന്നെ കാണുമെന്നല്ല പറഞ്ഞത്. നീ ഈ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ നീ ലോകത്തിന്റെ എവിടെ പോയാലും, നീ എവിടെ പോയാലും അവിടെ ഞാൻ നിന്റെ കൂടെ വരാം, കൂടെ വരാം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? മനുഷ്യന് കയറി വരാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്, മനുഷ്യന് കയറി വരാൻ പറ്റാത്ത സ്ഥലങ്ങൾ, പക്ഷെ അവിടെ ദൈവം കയറും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? മനുഷ്യന് കയറി വന്ന് സഹായിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്, അവിടെ ദൈവം കയറി വന്ന് സഹായിക്കും, ദൈവം കയറി വന്ന് സഹായിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഞാനും പോൾസൺ ബ്രദറും കൂടെ ബഹ്റിനിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക്, പോൾസൺ ബ്രദറിനില്ല, ബഹ്റിനിൽ നിന്ന് ബ്രദർ പോയി, പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. സൗദി അറേബ്യയ്ക്ക് പോവാണ്. ഞാൻ ബ്രദറിനെ കൊണ്ടുപോയില്ല. കാരണം എന്താണെന്നറിയോ? സൗദി അറേബ്യയിൽ നമ്മൾ സുവിശേഷം പറയാൻ പോകാൻ അനുവാദമില്ല. അപ്പോൾ അവർ നമ്മളെ പിടിച്ചാൽ എന്തു ചെയ്യും? ഏറ്റവും മിനിമം കുറേ ഇടിയെങ്കിലും കിട്ടും. അപ്പം ഞാൻ വിചാരിച്ച് വെറുതെ ഈ കുടുംബമൊക്കെ ഉള്ള മനുഷ്യനല്ലേ, വെറുതെ ഇടി വാങ്ങിക്കുന്നത് എന്തിനാണ്? അപ്പോൾ അതുകൊണ്ട് ബഹ്റൈനിൽ വെച്ച് ഞാൻ നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തു വിട്ട് പറഞ്ഞു വിട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ബഹ്റൈനിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് ഞങ്ങൾ കാറിലാണ് പോകുന്നത്. കുറച്ച് ദൂരമേ ഉള്ളൂ സൗദിയുടെ ബോർഡർ കിടക്കാൻ ബഹ്റൈനിൽ നിന്ന്. അപ്പോൾ എന്നോട് അവർ പറഞ്ഞിരുന്നു, എന്നെ വിളിച്ച ആളുകൾ പറഞ്ഞിരുന്നു, ഇപ്പോഴല്ല, ഒരു 7-8 കൊല്ലം മുമ്പാണ് എന്നെ വിളിച്ചവർ എന്നോട് പറഞ്ഞിരുന്നു, അച്ഛാ ബൈബിൾ, കുരിശ്,
അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അച്ഛൻ്റെ പെട്ടിക്കകത്ത് വച്ചേക്കരുത്. കാരണം പെട്ടി തുറന്ന് ബോർഡറിൽ വെച്ച്, അതിർത്തിയിൽ വെച്ച് പെട്ടി തുറന്ന് പരിശോധിക്കുമ്പോൾ അച്ഛനാണെന്നറിഞ്ഞാൽ അച്ഛനല്ലാതാവും. മനസ്സിലായോ? അതുകൊണ്ട് അച്ഛൻ്റെ കഥ കഴിയും. പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം, നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അപ്പോൾ ഈ ബ്രദറിനോട് പറഞ്ഞു, ബ്രദറിൻ്റെ പെട്ടി തുറക്ക്, എൻ്റെ ബൈബിൾ, എൻ്റെ കുരിശ് എല്ലാം ഞാൻ അതിനകത്ത് വെച്ചിട്ട് ബ്രദർ കൊണ്ടുവെക്കും. ഞാൻ ആലോചിച്ചു, ഈ സൗദി അറേബ്യക്ക് വേദപുസ്തകവും കുരിശും ഒന്നും ഇല്ലാതെ ഞാൻ എന്തിനു പോവുക? അവിടെ കിട്ടും, എന്നാലും അങ്ങനെ അല്ലല്ലോ എന്ന് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തുണിയുടെ ഇടയിൽ എൻ്റെ ബൈബിളും കുരിശും എല്ലാം പാത്തു വെച്ചു. എന്നിട്ട് ഞാൻ പോയി. അപ്പോൾ പേടിയാണേ. ഞങ്ങൾ ഈ ബോർഡർ കടക്കുന്നവരെ സൗദി അറേബ്യയിൽ 100 കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്ന് ജപമാല ചൊല്ലി മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ബോർഡർ കടക്കാൻ വേണ്ടി. അപ്പോഴാണ് ഈ യാത്രക്കിടെ എന്നോട് പറഞ്ഞ് പാസ്പോർട്ടൊക്കെ എടുത്ത് വെക്കാൻ പറഞ്ഞു. ചെക്ക് ചെയ്യും വണ്ടി. എൻ്റെ വണ്ടിയിൽ എൻ്റെ കൂടെ 2 പേരൂടെ ഉണ്ട്. അവരെന്നോട് പറഞ്ഞു, അച്ഛാ പെട്ടിയെല്ലാം പരിശോധിക്കും, പെട്ടിക്കകത്തൊന്നും ഇല്ലല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു, എൻ്റെ ബൈബിളുണ്ട്, എൻ്റെ കുരിശോട്ട്. അപ്പം അവരെന്നോട് എടുത്ത് മാറ്റാനൊന്നും പറഞ്ഞില്ല. കുഴപ്പമില്ല, കർത്താവ് സഹായിക്കും. ഏതായാലും പരിശോധിക്കുന്ന സമയത്ത് എല്ലാ സാധനം, എന്തുകൊണ്ട് അവർ പരിശോധിക്കുന്നതെന്നറിയാമോ? ബഹ്റിൽ നിന്ന് മദ്യം വാങ്ങി സൗദി അറേബ്യക്ക് കടത്തുന്നത്, അതിനവർ കൊടുക്കുന്ന ശിക്ഷ വധശിക്ഷയാണ്, കൊന്നുകളയും, കഴുത്ത് വെട്ടും. ബഹ്റിൽ നിന്ന് മദ്യം വാങ്ങിച്ച് സൗദി അറേബ്യയിലേക്ക് കൊണ്ടുപോയാൽ കഴുത്ത് വെട്ടും. അതുകൊണ്ട് ഇതിനകത്ത് മദ്യം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി എല്ലാ പെട്ടിയും തുറന്ന് പരിശോധിക്കും. എന്നിട്ട് അവരെന്നോട് വണ്ടി ഇരുന്നവർ പറഞ്ഞു, നമ്മുടെ ഒരു അച്ഛൻ കുറേ പ്രാർത്ഥന പുസ്തകവും കുർബാന പുസ്തകവും ഒക്കെ ആയിട്ട് പോയി, അവരതെല്ലാം എടുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഞാൻ എൻ്റെ പാസ്പോർട്ട് എടുത്ത് ഒന്നുകൂടെ എൻ്റെ പടം കാണാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് വലിയ ഒരു ഇടി എൻ്റെ ചങ്കിൽ വെട്ടിയത്. കാരണം എന്തെന്നറിയാമോ? എൻ്റെ പാസ്പോർട്ടിലെ ഫോട്ടോ ലോഗയിട്ട് അച്ഛൻ്റെ ഫോട്ടോ കാണാം. മാത്രമല്ല, പാസ്പോർട്ടിലെ ഫ്രം അഡ്രസ്സ് പത്തനംതിട്ട ജില്ലയിലെ ഒരു പള്ളിയുടെ അഡ്രസ്സുമാണ്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി എൻ്റെ ഇടിയുടെ സമയം ആഗതമായിരിക്കുകയാണ്. ഇനി വേറെ ഒരു വഴിയില്ല. അവിടെ ചെന്നു. ബോർഡറിൽ 2 സ്ഥലത്താണ് ചെക്കിങ്. ഒന്നാമത്തെ സ്ഥലത്ത് അവർ പാസ്പോർട്ടെല്ലാം പരിശോധിക്കും, രണ്ടാമത്തെ സ്ഥലത്ത് പെട്ടി പരിശോധിക്കും. ആദ്യത്തെ സ്ഥലത്ത് ചെന്നു, പാസ്പോർട്ട്. അപ്പം ഞാൻ വേറെ ആർക്കും വരാൻ പറ്റില്ല. എൻ്റെ കൂടെ വണ്ടിയിലിരിക്കുന്നവർ വണ്ടിയിൽ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. ഞാൻ തന്നെ ആ പോലീസുകാരുടെ അടുത്തേക്ക് ചെന്നു. എനിക്ക് അവരുടെ ഭാഷ അറിഞ്ഞുകൂടാ, എൻ്റെ ഭാഷ അവർക്ക് അറിഞ്ഞുകൂടാ. അവരെന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് തിരിച്ചു പറയാൻ അറിഞ്ഞുകൂടാ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരെൻ്റെ പാസ്പോർട്ട് എടുത്ത് എൻ്റെ ഫോട്ടോയിലേക്കും എൻ്റെ അഡ്രസ്സിലേക്കും അവർ നോക്കും. അവരുടെ കമ്പ്യൂട്ടറിലുള്ള കാര്യങ്ങളുമായിട്ട്, വിസയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ നോക്കുമ്പോൾ അവരെങ്ങാണ് ഞാനൊരു അച്ഛനാണെന്നറിഞ്ഞാൽ ആകെ കുഴപ്പമാവും. അപ്പോൾ അവർ ഈ പാസ്പോർട്ട് എടുത്ത്, നിങ്ങൾ എന്നെ നോക്കിയോ, പാസ്പോർട്ട് ഇങ്ങനെ എടുത്തിട്ട് ഈ മനുഷ്യൻ, ഈ പോലീസുകാരൻ ഈ പാസ്പോർട്ട് എടുത്ത് ഇങ്ങനെ നോക്കാൻ തുടങ്ങുമ്പോൾ അപ്പുറത്തിരിക്കുന്ന മറ്റൊരു പോലീസുകാരൻ ഒരു വളിപ്പടിച്ചു, ഒരു ജോക്കടിച്ചു. ഈ തമാശ കേൾക്കുകയും അവിടെ ഒരു 5 പോലീസുകാർ ഇങ്ങനെ നിരന്നിരിപ്പുണ്ട് ആ കൗണ്ടറിൽ. ഈ 5 പോലീസുകാരും കൂടെ മേശപ്പുറത്ത് അടിച്ച് ഭയങ്കര ചിരിയോടെ ചിരി. ഇവരെന്തിനാണ് ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാനും ഭയങ്കര ചിരി. മനസ്സിലായി? എനിക്ക് അറിഞ്ഞുകൂടാ ഇവരെന്തിനാ ചിരി. മനസ്സിലായോ? ഭയങ്കര ചിരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിരി. ആ ചിരിക്കിടയിൽ നിങ്ങൾ എന്നെ നോക്കിയോ, ആ ചിരിക്കിടയിൽ ചിരിച്ചോണ്ട് അഡ്രസ് നോക്കാതെ സീലെടുത്ത് ഒറ്റയടി. മനസ്സിലായോ? ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. ഇനി അടുത്ത സ്ഥലത്ത് പെട്ടി പരിശോധിക്കുന്ന സ്ഥലമാണ്. അത് വേറെ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടാണ്.
അപ്പോൾ അവിടെ വെച്ചിട്ട് പെട്ടിയെല്ലാം എടുത്ത് വെളിയിൽ വെക്കണം, കാറിൻ്റെ വെളിയിൽ വെക്കണം. അപ്പോൾ പെട്ടിയെല്ലാം എടുത്ത് വെളിയിൽ വെച്ചു. വെളിയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യത്തെ സംഭവം നടന്നതോടുകൂടി ഒരു ധൈര്യമായി. കാരണം അപ്പുറത്ത് നല്ല മധ്യസ്ഥ പ്രവർത്തനം നടക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഇത് സിബ് തുറക്കാൻ പറഞ്ഞു. എൻ്റെ നെഞ്ചിൽ ഇപ്പോൾ ഒരു മുട്ട വെച്ചാൽ അത് ബുൾസൈ ആവും, അതുപോലെ എനിക്ക് പേടിയാണ്. അപ്പോൾ ഞാൻ ഈ സിബ് തുറന്നു, എന്ത് സംഭവിക്കാം? ഇവൻ ഈ പെട്ടി തുറന്ന് എൻ്റെ സാധനങ്ങൾ പരിശോധിക്കും. ഈ പെട്ടിയുടെ അടപ്പ് ഇങ്ങനെ അങ്ങോട്ട് തുറക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ദൂരെ നിന്ന് ഒരാൾ ഇവൻ്റെ പേര് വിളിച്ചു, ദൂരെ നിന്നിട്ട്. അപ്പോൾ ഇവൻ ഈ പെട്ടി അടച്ചിട്ട് അങ്ങോട്ട് നോക്കി. അപ്പോൾ എനിക്ക് ഭാഷ അറിയത്തില്ല, അവിടെ നിന്ന് ആൾ എന്തോ വിളിച്ചു പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ ഇവൻ്റെ പ്രതികരണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇവർ രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളാണ്, കടുത്ത സുഹൃത്തുക്കളാണ്. എനിക്ക് അവരുടെ ഭാവപ്രകടനത്തിൽ നിന്ന് മനസ്സിലായി. മറ്റേ ആൾ ഓടി വന്നു, ഈ ആൾ അങ്ങോട്ട് ഓടിച്ചെന്നു, എന്നിട്ട് അവർ തെരെ ഉമ്മ കൊടുക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇവർ സംസാരത്തിൽ എനിക്ക് മനസ്സിലായത് ഇവർ അനേക നാളുകൾക്ക് ശേഷം ആദ്യമായിട്ട് കാണുകയാണ്. അതിൻ്റെ ഭാവപ്രകടനങ്ങളാണ്. അപ്പോൾ മറ്റവൻ്റെ തോളെ കൈയിട്ടുകൊണ്ട് വന്നിട്ട് ഈ പെട്ടി തുറന്നവൻ എൻ്റെ പെട്ടി പരിശോധിക്കാതെ അതിൻ്റെ സിബ് ഇട്ടിട്ട് പറഞ്ഞു, എടുത്ത് വെച്ചിട്ട് പൊക്കോ 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 പറഞ്ഞേ. ഹല്ലേലൂയാ. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഞാനൊരു 10-25 ദിവസം സൗദി അറേബ്യയിലെ ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ച് എയർപോർട്ടിലേക്ക് കയറി തിരിച്ചു വരുമ്പോൾ ഇനി അവിടുന്ന് നമുക്ക് തിരിച്ചു കയറി വന്നാൽ മതി. ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ കയറി ഇങ്ങോട്ട് വരാൻ തുടങ്ങാൻ നേരം ഒരു പോലീസുകാരൻ ഇങ്ങനെ വന്നിട്ട് എന്നെ ഇങ്ങനെ തടഞ്ഞു. എനിക്ക് മനസ്സിലായി ശുശ്രൂഷ എല്ലാം കഴിയാൻ വേണ്ടി ദൈവം വെയിറ്റ് ചെയ്യായിരുന്നു എനിക്ക് ഇടിയിട്ടാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു, എന്നെ കൊണ്ടുവിടാൻ വന്ന ആളുകളും ശരിക്കും പേടിച്ചു. അയാൾ വളരെ ഗൗരവത്തോടെ ആചാരഭാഗം ഒരു പോലീസുകാരൻ എന്നെ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിട്ട് അയാൾ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. കണ്ടുപിടിച്ചു എല്ലാം കണ്ടുപിടിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. അയാൾ സൂക്ഷിച്ചു നോക്കിയിട്ട് അയാളുടെ കൈ എൻ്റെ മുഖത്തിന് നേരെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അയാൾ ഉറക്കെ തിരിച്ചിട്ട് പറഞ്ഞു, പൊക്കോ പൊക്കോ പറഞ്ഞു. ഹല്ലേലൂയ. ഒരുപാട് അനുഭവങ്ങളുണ്ട് യാത്രയ്ക്കിടെ. എന്തെന്നറിയാമോ? ലോകത്തൊരു മനുഷ്യനും വരാൻ പറ്റാത്തടുത്ത് ആര് വരും? കർത്താവ് വരും. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാണ് പറയുന്നത്, ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ഒരിക്കലും ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ ഞാൻ ഈ കിളിമാനൂർ ഭാഗത്തൊരു പള്ളിയിലിരിക്കുമ്പോൾ ഒരു 10-15 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു മദ്യപാനി അവിടെ വന്നു. അപ്പോൾ അവിടെ വന്നിട്ട് അയാൾ അവിടെ വന്ന് പ്രാർത്ഥിച്ചു. അയാൾക്ക് വ്യത്യാസം വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ പള്ളിയിൽ, റാന്നിക്കടുത്തൊരു പള്ളിയാണ്, ആ പള്ളിയിൽ അവരെന്നെ വിളിച്ചനുസരിച്ച് ഞാൻ അവിടെ ധ്യാനത്തിന് പോയി. അപ്പോൾ ആ ധ്യാനത്തിൻ്റെ 3 ദിവസമാണ്. 3-ാമത്തെ ദിവസം ഞാൻ ആ പള്ളിയിൽ ഉണ്ടായിരുന്ന, ചെറിയൊരു പള്ളിയാണ്, പള്ളിക്കകത്ത് ഉണ്ടായിരുന്ന എല്ലാവരെയും തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. ആരാധനയുടെ സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു, ഈ പ്രസംഗം നടക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നതായിട്ട് കണ്ടു. അത് സാരമില്ല, ആരാധന തുടങ്ങുകയാണ്, എല്ലാവരും ഇങ്ങനെ കയറി വരാൻ പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാം അനുസരിച്ച് അകത്തേക്ക്, വെളിയിൽ കറങ്ങി നടന്നവരെല്ലാം അകത്തേക്ക് വന്നു. അപ്പോൾ ആ അകത്ത് വന്നവരെല്ലാം ഈ ഏറ്റവും ബാക്കിൽ, പള്ളിയുടെ ഏറ്റവും പുറകിൽ ഇരുന്നിട്ടുണ്ട്. ഞാൻ അവരുടെ തലയെ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുമ്പോൾ അതിരൂക്ഷമായ മദ്യത്തിൻ്റെ ഗന്ധം എൻ്റെ മൂക്കിലേക്ക് അടിച്ചു. ഒരു ചെറുപ്പക്കാരൻ്റെ തലയെ കൈവെക്കുമ്പോൾ, അപ്പോൾ ഇങ്ങനെ ഇവനെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച സമയത്ത് മദ്യലഹരിയിലാണെന്ന് കണ്ടാൽ അറിയാം. ശരീരം എല്ലാം വേർത്തിട്ടുണ്ട്, ഭയങ്കര മദ്യത്തിൻ്റെ ഗന്ധം. തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇയാൾ ഭയങ്കരമായിട്ട് കിടന്ന് നിലവിളിച്ചു. മദ്യപിച്ചാൽ അങ്ങനെയാണ്, പല കോലവും കാണിക്കും. അതുകൊണ്ട് മദ്യലഹരിയിലാണെന്ന് കരുതി ഞാൻ മൈൻഡ് ചെയ്തില്ല. അടുത്ത ആളുടെ അടുത്തേക്ക് പോയി. ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വണ്ടിയിൽ കയറാൻ തുടങ്ങുമ്പോൾ ഈ മദ്യപാനി ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഫോൺ നമ്പർ ഇതാ. ഞാൻ വിചാരിച്ച് തെറ്റിച്ച് കൊടുത്താലോ എന്ന് ആലോചിച്ചു. കാരണം ഈ നാളെ മുതൽ കുടിയും വിളിച്ചോണ്ടിരിക്കും.
കൊടുത്തു, നമ്പർ കൊടുത്തു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം, കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, ഒന്ന് പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തിരുവല്ലയ്ക്ക് വരുന്നുണ്ട്, അങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ തിരുവല്ലയ്ക്ക് ചെന്നപ്പോൾ ഈ മനുഷ്യൻ എന്നെ ബസ് സ്റ്റോപ്പിലേക്ക് അയാളുടെ കാറിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ആ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, ലോകത്താരോട് പറഞ്ഞാലും അവിശ്വസനീയമായ ചില കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അത് അച്ഛനെങ്കിലും ഒന്ന് അറിയണം. കാരണം ആര് പറഞ്ഞാലും ആരോട് പറഞ്ഞാലും ഇത് കെട്ടുകഥയാണെന്ന് വിചാരിക്കും. ഞാൻ ഭയങ്കര കുടിയനായിരുന്നു. കേറ്ററിംഗ് സർവീസാണ്. ഇഷ്ടം പോലെ പണം ഉണ്ടാക്കുമായിരുന്നു. ഓരോ ദിവസവും എൻ്റെ മടിക്കുത്തിൽ 10,000 രൂപ വെച്ച് കെട്ടിയിട്ടാണ് വൈകുന്നേരം ഞാൻ വരുന്നത്. ഇഷ്ടം പോലെ കള്ളു കുടിക്കും, പണം തീർക്കും, പിന്നെയും പണം മിച്ചം വരും. അച്ഛൻ അന്ന് രാത്രിയിൽ എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ മടിയിൽ ലക്ഷക്കണക്കിന് രൂപ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ്, ജീവിതത്തിൽ ഒരു പുരോഗതിയില്ല. ഇഷ്ടം പോലെ പണം കിട്ടുന്നുണ്ട്, എങ്ങോട്ട് പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ കള്ളുകൂടി കാരണം ഞാൻ വീട്ടിൽ വന്ന് അടിച്ച് തകർക്കുന്ന സാധനങ്ങളെ എൻ്റെ അമ്മ ഒരു മുറിക്കകത്ത് കൂട്ടിയിട്ടിട്ടുണ്ട്. ഞാൻ അടിച്ച് തകർത്ത ഉപകരണങ്ങൾ. ഭാര്യ മനസമാധാനം ഇല്ലാത്തതുകൊണ്ട് കഴിഞ്ഞ 4 കൊല്ലമായിട്ട് നാട്ടിൽ വന്നിട്ടില്ല, വിദേശത്ത് ജോലിയാണ്. മക്കൾ 2 പേര് എൻ്റെ കൂടെ ഉണ്ട്. ഒരൊറ്റ ദിവസം വീട്ടിൽ സമാധാനമില്ല. ഇതായിരുന്നു എൻ്റെ അവസ്ഥ. പള്ളിയിൽ ഞാൻ വന്നത് ധ്യാനം കൂടാനൊന്നുമല്ല. പള്ളിപ്പെരുന്നാളിന് അച്ഛൻ പറഞ്ഞു, നീ എന്തെങ്കിലും സംഭാവന ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു, എല്ലാവരും കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ തരും. അങ്ങനെ പള്ളിപ്പെരുന്നാളിന് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത ഞാനാണ്. ഞാൻ പെരുന്നാൾ നടക്കുമ്പോൾ വരണ്ടേ, അതിന് വന്നാണ്, അല്ലാതെ നിങ്ങളുടെ ധ്യാനം കൂടാനൊന്നും വന്നല്ല. അതുകൊണ്ട് ഞാൻ നല്ല കുടിച്ച് ഉന്മത്തനായിട്ടാണ് ധ്യാനത്തിന് വന്നത്. അങ്ങനെ ഞാൻ വന്ന് പള്ളിയുടെ വെളിയിൽ എൻ്റെ കാറിനടുത്ത് നിൽക്കുമ്പോൾ അച്ഛൻ മൈക്കിലൂടെ പറയുകയാണ്, എല്ലാവരും അകത്തോട്ട് വരാൻ. ഒരച്ഛനല്ലേ പറഞ്ഞതെന്ന് ഓർത്ത് ഞാൻ വന്നതാണ്. അപ്പോൾ അച്ഛൻ വന്ന് എൻ്റെ തലയിൽ കൈവച്ചു. ഞാൻ കിടന്ന് അലറി വിളിച്ചു. ഞാൻ കള്ളു കുടിക്കുമെങ്കിലും ഞാനൊരു മാന്യനാണ്. ഞാൻ കള്ളു കുടിക്കുമെങ്കിലും ഞാനിങ്ങനെ അലമ്പ് കാണിക്കുന്ന ആളല്ല, ഞാനിങ്ങനെ ബഹളം വെക്കുന്ന ആളല്ല. എനിക്ക് എന്താ സംഭവിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കിടന്ന് അലറി വിളിക്കുകയാണ്. വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മ ചോദിച്ചു, എന്നാ പ്രകടനമായിരുന്നു ചോദിച്ചു പള്ളിയിൽ. ഞാൻ ഒന്നും പറഞ്ഞില്ല. സാധാരണഗതി 2 TV തല്ലി പൊട്ടിക്കേണ്ടതാണ്, അന്ന് ചെയ്തില്ല. അപ്പോൾ എന്ത് ചെയ്തു, പിറ്റേ ദിവസം കൂട്ടുകാർ പതിവ് പോലെ കള്ളു കുടിക്കാൻ വൈകുന്നേരം വന്നു. ഞാൻ കള്ളു കുടിച്ചു. എനിക്ക് വയറിന് അസുഖമായി. ആശുപത്രിയിൽ അഡ്മിറ്റായി. ആശുപത്രി 2 ദിവസം കിടന്നപ്പോൾ കുടിക്കാൻ ഭയങ്കര പ്രേരണ. അപ്പോൾ കൂട്ടുകാർ മദ്യം വാങ്ങിച്ചുകൊണ്ട് ആശുപത്രി വന്ന് ഞാൻ കിടക്കുന്ന മുറിയുടെ കഥ കടച്ച് കുറ്റിയിട്ടിട്ട് മദ്യം പൊട്ടിച്ച് ഗ്ലാസ്സിലൊഴിച്ച് എൻ്റെ കയ്യിലോട്ട് തന്നു. ഞാൻ അത് എൻ്റെ കവിളിലേക്ക് ഒഴിച്ചു, വായിക്കകത്തേക്ക് ഒഴിച്ചു. ഇപ്പോൾ എൻ്റെ കവിളിൽ മദ്യമുണ്ട്. ഈ മനുഷ്യൻ പറയാണ്, നമ്മളൊരു വലിയ ഐസ് കട്ടയെടുത്ത് വായിലേക്ക് ഇട്ടാൽ അത് വിഴുങ്ങാൻ പറ്റാത്തതുപോലെ ഈ കവിളിലിരിക്കുന്ന മദ്യം എനിക്ക് അകത്തേക്ക് ഇറക്കാൻ പറ്റുന്നില്ല. ഇറക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഈ ഐസ് കട്ട വായി കിടന്ന് ശ്വാസം മുട്ടുമ്പോൾ, ഐസ് കട്ടയായില്ല, അതേപോലെ ഉദാഹരണം പറയുകയാണ്, ഈ ഐസ് കട്ട പോലെ ഇതിറങ്ങുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ശ്വാസം മുട്ടുന്നത് കണ്ടപ്പോൾ ഞാനത് തുപ്പി. എന്നിട്ട് ഞാൻ ഛർദ്ദിച്ചു. പിറ്റേ ദിവസം മുതൽ എനിക്ക് മദ്യപിക്കാൻ പറ്റുന്നില്ല. മദ്യപിക്കാനുള്ള ആഗ്രഹം എന്നെ ഇന്ന് പോയി. എൻ്റെ മദ്യപാന ശീലം എവിടോ പോയി. എൻ്റെ ഈ മാറ്റം കണ്ട എൻ്റെ ഭാര്യ നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ ഭാര്യ വരികയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ഈ മനുഷ്യൻ അയാൾക്ക് സംഭവിച്ച, പിന്നെ അയാൾക്ക് വലിയ അതികഠിനമായ നടുവിൻ്റെ വേദന ഉണ്ടായിരുന്നു, അതും അതോടുകൂടി വിട്ടുപോയി. അപ്പോൾ ഈ മാറ്റം കണ്ട അയാൾ പിന്നീട് എല്ലാ മാസവും ഞാൻ താമസിക്കുന്ന ഈ കിളിമാനൂരിനടുത്തുള്ള പള്ളിയിലേക്ക് അയാൾ ആളുകളെയും കൊണ്ട് വരാൻ തുടങ്ങി. ഇങ്ങനെ പോകുന്ന സമയത്താണ് ഭാര്യ നാട്ടിൽ വന്നു. ഭാര്യ അവിടെ ഉണ്ടായിരുന്ന ജോലി കളഞ്ഞിട്ടേക്ക് തിരിച്ചു വന്നു. ഭർത്താവിനുണ്ടായ മാറ്റം അറിഞ്ഞിട്ട് ആ ജോലി കളഞ്ഞിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നു. നിന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, ഭാര്യയ്ക്ക് ഒരു ജോലി വേണം, പക്ഷേ ഞാൻ മാനസാന്തരപ്പെട്ടു. നാട്ടിൽ വന്ന് മാസങ്ങൾ നിന്ന് വേറൊരു ജോലിക്ക് വേണ്ടി ഇവിടെ ട്രൈ ചെയ്യുമ്പോൾ ജോലി കിട്ടുന്നില്ല. ഇപ്പോൾ ഡൽഹിയിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അതിന് പോവാണ്, പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് പൊക്കോ, കർത്താവ് തരും. തരത്തില്ലെന്ന് പറയാൻ പറ്റുമോ? തരത്തില്ലെന്ന് പറയാൻ പറ്റുമോ? അല്ല, നിനക്ക് കിട്ടത്തില്ല അങ്ങനെ പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഒരു ആശീർവാദമാണ്, ഒരു ആശംസയാണ്, നിനക്ക് ദൈവം തരും, പൊക്കോ. ഈ മനുഷ്യൻ ചെന്നു,
ഭാര്യ ചെന്നു. ഭാര്യ ഇൻ്റർവ്യൂ ബോർഡിലേക്ക് കയറി. അവർ ചോദ്യം ചോദിച്ചു, ഉത്തരമെല്ലാം പറഞ്ഞു. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ പറഞ്ഞു, നിനക്ക് ഈ ജോലി ഇല്ല, നീ ഇൻ്റർവ്യൂവിൽ ജയിച്ചിട്ടില്ല, പൊക്കോളാൻ പറഞ്ഞു. പുറത്തിറങ്ങിയിട്ട് ഈ പെൺകുട്ടി, ഈ സ്ത്രീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, അച്ഛനല്ലേ പറഞ്ഞത് ദൈവം തരുമെന്ന്, ദൈവം തന്നില്ല. ഞാൻ പറഞ്ഞു, ദൈവം തന്നില്ലെങ്കിൽ വേറെ തരുമായിരിക്കും. പക്ഷെ തരേണ്ടതായിരുന്നു, കിട്ടേണ്ടതായിരുന്നു. കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. സാരമില്ല, ഇനി അടുത്ത പ്രാവശ്യം വേറെ ദൈവം തരും. അപ്പം ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ടും ഒരു സമാധാനം ഇല്ലാതെ ഈ സ്ത്രീ അവിടെ തന്നെ ഇരുന്നു. അവസാനത്തെ ആളുടെ ഇൻ്റർവ്യൂവും കഴിഞ്ഞു, എല്ലാവരും പോയി. ഇൻ്റർവ്യൂ ചെയ്ത ആളുകൾ തിരിച്ചിറങ്ങി വന്നപ്പോൾ ഈ സ്ത്രീ അവിടെ ഇരിക്കുന്നു, ഭർത്താവും കൂടി. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ പോയില്ലേ ചോദിച്ചു. നിങ്ങളുടെ ഇൻ്റർവ്യൂ ആദ്യം കഴിഞ്ഞല്ലേ? അതെ. ആ, നിങ്ങളിവിടെ ഇരിക്കണം, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അകത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് നിങ്ങൾ ഒന്നുകൂടെ അകത്തേക്ക് വരാൻ പറഞ്ഞു. അകത്തേക്ക് വിളിച്ചുകൊണ്ട് കയറി ഒരു ചോദ്യം ഇവിടെ ചോദിച്ചിട്ട് പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഞങ്ങൾക്ക് കമ്പനിയിൽ നിന്നൊരു മെസ്സേജ് വരുന്നത്, ഒരാളെ കൂടെ വേണമെന്ന്. ബാക്കി എല്ലാവരും പോയി, നിങ്ങളെന്താ പോകാതിരുന്നത്? നിങ്ങളോട് വല്ലവരും പറഞ്ഞോ? കയറിക്കളാൻ പറഞ്ഞ് അവൾ ഇൻ്റർവ്യൂവിൽ പാസ്സായി. കർത്താവ് അവൾക്ക് മനോഹരമായൊരു ജോലി കൊടുത്ത് അവർ വിദേശ രാജ്യത്തേക്ക് പോവുകയും ചെയ്തു. മനസ്സിലായോ? ആർക്കും വരാൻ പറ്റാത്തടുത്ത് ദൈവമായ കർത്താവ് കൂടെ വരും. ഹല്ലേലൂയാ. അതാണ് ജോഷുവയോട് പറഞ്ഞത്, നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നിയമാവർത്തനം 33:25. നിയമാവർത്തനം 33:25. നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും, നിന്റെ ആയുസോളം നിന്റെ ശക്തിയും. യശ്രൂൺ, നിന്റെ ദൈവത്തെ പോലാരുമില്ല. നിന്നെ സഹായിക്കാൻ അവിടുന്ന്, ശ്രദ്ധിച്ചു വായിക്കണേ, നിന്നെ സഹായിക്കാൻ അവിടുന്ന് വിഹായസിലൂടെ. വിഹായസ് എന്ന് പറഞ്ഞാൽ എന്താ? ആകാശം. നിന്നെ സഹായിക്കാൻ അവിടുന്ന്. യശ്രൂൺ, അവിടെ നിന്റെ പേര് വെക്കണം, ഞാൻ എൻ്റെ പേര് വെക്കും. ഡാനിയേൽ, നിന്നെ സഹായിക്കാൻ അവിടുന്ന് ആകാശത്തിലൂടെ മഹത്വപൂർണനായി മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഒരു ചേട്ടൻ, ഫ്രാങ്ക്ലിൻ, ഗോമസ്, ആന്റണി, തോമസ്, കടലിൽ പോകുമ്പോ നീ കരയിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ നിന്റെ കൂടെ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ തലയ്ക്ക് മുകളിൽ, നിന്റെ ആകാശത്ത് മഹത്വപൂർണനായി മേഘത്തിന്മേൽ സഞ്ചരിക്കും. ഇത് കെട്ടുകഥയല്ല, മേഘത്തിന്മേൽ സഞ്ചരിക്കും. യശൂൺ, നിന്റെ ദൈവത്തെ പോലാരുമില്ല. നിന്നെ സഹായിക്കാൻ അവിടുന്ന് മഹത്വപൂർണനായി വിഹായസിലൂടെ മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു. നിത്യനായ ദൈവം നിന്റെ അഭയം. താങ്ങാൻ ശാശ്വത ഹസ്തങ്ങൾ. അവിടുന്ന് നിന്റെ ശത്രുവിനെ തട്ടിമാറ്റും. സംഹരിക്കൂ, അവിടുന്ന് പറയും. പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? അതായത് കൂടെ ഭയപ്പെടരുത്. ആരാ പറഞ്ഞേ? ഇതിപ്പോ ആര് പറഞ്ഞിട്ടാ നമ്മൾ പറയുന്നേ? ആസാഫ് വംശജനും ലേവ്യനുമായ യഹസിയേലിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. വചനം ദിനവൃത്താന്തം അധ്യായം 20. വാ, തിരിച്ചു വാ. 2 ദിനവൃത്താന്തം 20 വായിക്ക. വചനം വായിക്ക്. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് സഭാമധ്യയിൽ നിന്നിരുന്ന ആസാഫ് വംശജനും ലേവ്യനുമായ യഹസിയേലിന്റെ മേൽ വന്നു. അടുത്ത വാക്യം. ഓക്കെ. അപ്പോ യഹസിയേൽ പറഞ്ഞു, വാക്യം 15, യൂദായിലും ജെറുസലേമിലും വസിക്കുന്നവരും യഹോശാഫാത്ത് രാജാവും കേൾക്കട്ടെ. കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഭയപ്പെടണ്ട, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. കേൾക്കുന്നുണ്ടോ? നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. നാളെ അവർക്കെതിരെ പുറപ്പെടുക. സീസ് കയറ്റം കയറിയായിരിക്കും അവർ വരുന്നത്. യെരുവേൽ മരുഭൂമിയുടെ കിഴക്ക് താഴ്വര അവസാനിക്കുന്നിടത്ത് വെച്ച് നിങ്ങൾ അവരെ നേരിടും. ഈ യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരികയില്ല. യൂദാ ജെറുസലേം നിവാസികളെ, അണിനിരന്ന് കാത്തു നിൽക്കുവിൻ. കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും. നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട.
നാളെ അവർക്കെതിരെ നീങ്ങുവിൻ, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ യഹോശാഫാത്ത് സാഷ്ടാംഗ പ്രണാമം ചെയ്തു. യൂദായിലെയും ജെറുസലേമിലെയും വായിക്കേ നിവാസികളും കുമ്പിട്ട് കർത്താവിനെ വണങ്ങി. കൊഹാത്യരും കോരഹ്യരുമായ ലേവ്യർ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ സ്തുതിച്ചു. ഇനി എങ്ങനെയാണ് ദൈവം പ്രവർത്തിച്ചത്? ദൈവം പ്രവർത്തിച്ച എങ്ങനെയാണ്? അവരെന്ത് ചെയ്തു? ഈ ജനം എന്താ ചെയ്തേ? ആദ്യം അവരെന്ത് ചെയ്തു? യഹോശാഫാത്ത് ജനത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ദേവാലയ അങ്കണത്തിൽ നിന്ന് അവരെന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ സ്വരം യെഹസിയേലിലൂടെ വെളിപ്പെട്ടപ്പോൾ അവർ ദൈവത്തെ സ്തുതിച്ചു. ഇനി ദൈവം പ്രവർത്തിക്കുകയാണ്. വായിക്കാം. പിറ്റേ ദിവസം അതിരാവിലെ അവർ തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെടുമ്പോൾ യഹോശാഫാത്ത് അവരെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു, യൂദാ ജെറുസലേം നിവാസികളെ കേൾക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ, നിങ്ങൾ വിജയം വരിക്കും. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് സൈന്യങ്ങളുടെ മുൻപേ നടന്ന് കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുത്തെ അചഞ്ചല സ്നേഹം ശാശ്വതമാണെന്ന് പാടാൻ ജനങ്ങളുമായി ആലോചിച്ച് അവർ ഗായകരെ നിയോഗിച്ചു. അവർ അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ യൂദായെ ആക്രമിക്കാൻ വന്ന അമ്മോന്യർ, മോവാബ്യർ, സയീർ പർവ്വത നിവാസികൾ എന്നിവർക്കെതിരെ കർത്താവ് കെണിയൊരുക്കി. അവർ തുരത്തപ്പെട്ടു. അമ്മോന്യരും മോവാബ്യരും ഒരുമിച്ച് സയീർ പർവ്വത നിവാസികളോട് പൊരുതി അവരെ നിശേഷം നശിപ്പിച്ചു. അതിനുശേഷം അമ്മോന്യരും മോവാബ്യരും അന്യോന്യം ആക്രമിച്ച് അവരും നശിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. അവരെന്താ ചെയ്തെന്നറിയാമോ? അവർ ചെയ്തത്, അവർ ദൈവത്തെ പാട്ടുപാടി, വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് പാട്ടുപാടി ദൈവത്തിൻ്റെ സ്നേഹം ശാശ്വതമാണെന്നും ദൈവത്തിൻ്റെ വിശ്വസ്തത അചഞ്ചലമാണെന്നും അവർ ദൈവത്തെ പാടി ആരാധിച്ചു. ദൈവത്തെ പാടി ആരാധിച്ച സമയത്ത് ദൈവശക്തി ഇറങ്ങി വന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടു. ദൈവം ഈ ശത്രുക്കള് അമ്മോന്യരും മോവാബ്യരും സയീർ പർവ്വത നിവാസി ഇവർ തമ്മിലടിക്കാൻ തുടങ്ങി. ഇവർ തമ്മിലടിച്ചില്ലാതായി. ഇസ്രായേലിന് യുദ്ധം ചെയ്യേണ്ടി വന്നോ? ദൈവം പറഞ്ഞില്ലേ, നിങ്ങൾക്ക് പൊരുതേണ്ടി വരില്ല. ഇസ്രായേലിന് യുദ്ധം ചെയ്യേണ്ടി വന്നില്ല. ഈ ശത്രുക്കൾ തമ്മിലടിച്ച് ഇല്ലാതായി. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വെളിപ്പെടും. ദൈവത്തെ ആരാധിക്കുമ്പോൾ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. എവിടെ നിന്നറിയാമോ? നമ്മുടെ ഈ ജെറീക്കോ കോട്ട കീഴടക്കാൻ വേണ്ടി ജോഷുവയുടെ പുസ്തകത്തിന്റെ 6-ാമത്തെ അധ്യായത്തിൽ ജെറീക്കോ കോട്ട കീഴടക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് കേട്ടാ മതി നേരമില്ല, കേട്ടാ മതി. ജെറീക്കോ കോട്ട കീഴടക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏതാണ്ട് 5000 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു പുരാതന നഗരമായിരുന്നു ജെറീക്കോ. അതായത് ലോകത്തെ ഏറ്റവും ഏൻഷ്യൻ്റായ, ഏറ്റവും പുരാതനമായ നഗരങ്ങളിൽ ഒന്നായിട്ട് ഭൂഗർഭ ഗവേഷകന്മാർ, എക്സ്കവേറ്റ് ചെയ്യുന്ന ആളുകൾ കണ്ടെത്തിയിട്ടുള്ള അവശിഷ്ടങ്ങൾ ജെറീക്കോയുടേതാണ്. അപ്പോൾ ഭൂമിയിലെ ഏറ്റവും പുരാതനമായ നഗരങ്ങളിലൊന്നായിരുന്നു, സംസ്കാരങ്ങളിലൊന്നായിരുന്നു ഈ ജെറീക്കോയിൽ. അതിശക്തമായ നഗരം. ഈ ജെറീക്കോ കോട്ടയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ കാണുന്ന പോലെ ഒരു മതിലല്ലത്, ഒരു മതിലല്ല. ഈ കോട്ടയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണം. അതായത് ഈ കോട്ട ഒരു പാലം പോലെ നിന്നിട്ട് അതൊരു 6 വരി പാതയാണെന്ന് വിചാരിക്കും. ഒരു 6 വരി പാത. ഈ കോട്ടയുടെ മുകളിലൂടെ ഒരു 6 വണ്ടി ഒരുമിച്ച് പോകുമെന്ന് വെച്ചോ. അതാണ് ജെറീക്കോ കോട്ട. മനസ്സിലായി? കുന്തം കൊണ്ട് കുത്തി തുരന്ന് അപ്പുറത്തെത്താൻ പറ്റില്ല. ബോംബ് വെച്ച് തകർക്കാൻ പറ്റത്തില്ല. മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതായിരുന്നു ജെറീക്കോ കോട്ട. മനസ്സിലാവുന്നുണ്ടോ? ജെറീക്കോ കോട്ട എന്ന് പറഞ്ഞാൽ അമ്മച്ചി, മനുഷ്യനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രതിബന്ധം, മനുഷ്യൻ തോറ്റുപോയ ഒരിടം, മനുഷ്യൻ ഉത്തരവില്ലാത്ത ഒരിടം, മനുഷ്യന്റെ കാഴ്ചകളും നോട്ടവും അവസാനിക്കുന്ന ഒരിടം, മനുഷ്യന്റെ പ്രതീക്ഷകൾ പളുങ്ക് കൊട്ടാരം പോലെ തകർന്നടിയുന്ന ഒരു സ്ഥലം, മനുഷ്യന് സൊല്യൂഷൻ ഇല്ലാത്ത ഒരിടം, അതാണ് ജെറീക്കോ. അപ്പോൾ ദൈവം പറഞ്ഞു, വെറുതെ യുദ്ധം ചെയ്ത് ആരോഗ്യം കളയണ്ടെന്ന് പറഞ്ഞു. ഈ കുന്തം കൊണ്ടുപോയി ഇടിച്ചോണ്ടിരുന്ന 17 കൊല്ലം എടുക്കും ഇത് തുരക്കാൻ.
അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി നിൽക്കാൻ പറഞ്ഞു. ദൈവം എന്ത് ചെയ്തു? ഈ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? പുരോഹിതന്മാരും നിങ്ങൾ ലേവ്യരും നിങ്ങൾ ജനത്തിൻ്റെ നേതാക്കന്മാരും എല്ലാവരും കൂടെ ചേർന്ന് ഈ കോട്ടയ്ക്ക് ചുറ്റും ഒരു ദിവസം ഓരോ പ്രാവശ്യം ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നടക്കുക. കേൾക്കുന്നുണ്ടോ? ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നടക്കുക. അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു പ്രശ്നമുണ്ട്. എന്തെന്നറിയോ? ഈ കാണുന്നവരെല്ലാം കളിയാക്കും. ബുദ്ധിയുള്ളവൻ കളിയാക്കും, യുക്തിവാദി കളിയാക്കും, ഇത്തിരി പഠിച്ചവനൊക്കെ കളിയാക്കും, ഇത്തിരി വിദ്യാഭ്യാസം കിട്ടിയവനൊക്കെ കളിയാക്കും. മനസ്സിലായോ? ഒരു ജോലി കിട്ടി വിദേശത്തൊക്കെ പോയിട്ട് നല്ല സ്പ്രേ ഒക്കെ അടിച്ച് വരുന്നവനെല്ലാം കളിയാക്കും. ഈ കൺവെൻഷന് പോയി മണലേ ഇരിക്കുന്ന കണ്ടില്ലേ? കുറേ ബുദ്ധിയില്ലാത്ത, കുറേ ബോധമില്ലാത്ത ആളുകൾ. അയ്യയ്യേ, ഒരു പൊട്ടം നിന്ന് എന്താണ്ടൊക്കെ പറയുന്നു, ഒരു കല്ലേലിയ പറയുന്നു, പിന്നെ അടുത്ത് കുല്ലേലിയ പറയുന്നു, പിന്നെ അയ്യയ്യയ്യയ്യയ്യയ്യേ. ബുദ്ധിയുള്ളവരൊക്കെ മറ്റേ പള്ളിയിൽ ഒരു നിവൃത്തിയില്ലാത്ത കാലത്ത് പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ള ഒരു സമാധാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ്. ഇപ്പം ഇത്തിരി പണമായി, ഇത്തിരി പുത്തനായി, ഇത്തിരി കാശായി, ഇത്തിരി വണ്ടിയായി, പിന്നെ യുക്തിയാണ്. യുക്തി പോന്ന വഴിക്ക് നല്ല ഒരു തേങ്ങ വീണാൽ തീരാവുന്നതേ ഉള്ളത്. തേങ്ങ വേണമെന്നൊരു വെള്ളക്ക വീണാലും മതി, കിണിങ്ങെന്നൊരു സൗണ്ട് കേൾക്കും, അതോടെ യുക്തി തീർന്നു. മനസ്സിലായ? പിന്നെ വെന്റിലേറ്റർ ഇങ്ങനെ കിടക്കുന്ന കാണാം. അതുകൊണ്ട് കുത്തിയും കൊണ്ടിരിക്കാതെ, മനസ്സിലായോ? കളിയാക്കും അമ്മച്ചി, കളിയാക്കിയിട്ടില്ലേ? പള്ളിയിൽ പോകുന്നതിന്, പ്രാർത്ഥിക്കുന്നതിന്. അയ്യോ, ധ്യാനകേന്ദ്രം നിറങ്ങി നടക്കുകയാണ്, അയ്യോ, കളിയാക്കിയിട്ടില്ലേ? കളിയാക്കിയിട്ടുണ്ട്. അതാണ് ഈ ജെറീക്കോയുടെ ഈ വലിയ മല്ലന്മാർ, വലിയ സാമ്രാജ്യങ്ങൾ നോക്കിയിട്ട് പൊളിക്കാൻ പറ്റാത്ത കോട്ട. കുറേ എണ്ണം പി ഊതിക്കൊണ്ട് ഊതിക്കൊണ്ട് നടക്കുകയാണ്. മനസ്സിലായോ? കൊന്തയൊക്കെ പിടിച്ച്, ബൈബിളൊക്കെ പിടിച്ച്, കുരിശൊക്കെ പിടിച്ച്, കുറേ ബോധമില്ലാത്തവന്മാർ പി ഊതിക്കൊണ്ട് നടക്കുകയാണ്. പി ഊതുന്ന ചേട്ടന്മാർ സിപ്പപ്പ് തിന്നുന്ന പിള്ളേരും. ഇതാണ് ജെറീക്കോ കോട്ടയുടെ ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ നടക്കുന്നത് ആർക്കും അറിഞ്ഞുകൂടാ. എന്താ ഇങ്ങനെ ദൈവം പറഞ്ഞു, ഇങ്ങനെ നടക്കുകയാണ്. കേട്ടോണം, ദൈവം പറഞ്ഞത് കേട്ട് നടന്നാൽ ലോകം കാണാത്തത് ദൈവം നിന്നെ കാണിക്കും. മനസ്സിലായോ? ഈ ക്ലുപ്തിയും കൊണ്ടിരിക്കുന്നവൻ കാണാത്തത് നീ നിന്റെ ജീവിതത്തിൽ കാണും. മനസ്സിലായോ? നിനക്കൊരു ജീവിക്കുന്ന ദൈവം ഉണ്ടെന്ന് നീ പറയാൻ പോകുന്നത് വായിച്ചു പഠിച്ച പുസ്തകങ്ങളിലെ അക്ഷരങ്ങൾ പകർന്നു തന്ന അറിവ് കൊണ്ടാവില്ല. നിന്റെ നെഞ്ചിനകത്ത് ദൈവം എഴുതിയ നേരുള്ള ജീവിതാനുഭവങ്ങൾ വെച്ചിട്ടാണ് നീ പറയാൻ പോകുന്നത്. എൻ്റെ ദൈവം ഒരു കെട്ടുകഥയല്ല, എൻ്റെ ദൈവം ഒരു ജീവിക്കുന്ന ദൈവമാണ്. ഒരു ജീവിക്കുന്ന ദൈവം. ഞാൻ ആരാധിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. ഞാൻ വിളിക്കുമ്പോൾ ഇറങ്ങി വരുന്ന ദൈവത്തെയാണ്. ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ ദീനരോധനം കേൾക്കുന്ന ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഈ ശാസ്ത്രം അറിയാവുന്നവനും ബുദ്ധി അറിയാവുന്നവനും കളിയാക്കാൻ തുടങ്ങി. ഒരു ദിവസം നടന്നിട്ട് ഒരു മണൽത്തരി പോലും ഇടിഞ്ഞിട്ടില്ല അമ്മച്ചി കേൾക്കുന്നുണ്ടോ? ഇത് ഒരു മണൽത്തരി പോലും ഇടിഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 5 ദിവസത്തെ കൺവെൻഷൻ, 1ാമത്തെ ദിവസം തളർവാദ രോഗി എഴുന്നേറ്റായിരുന്നെങ്കിൽ ഇപ്പം ഈ കടപ്പുറം മുഴുവൻ ആളായിരുന്നേനെ. പക്ഷെ ഒരു മണൽത്തരി പോലും അനങ്ങിയിട്ടില്ല. തളർവാദ രോഗി എഴുന്നേറ്റില്ലെന്ന് മാത്രമല്ല, ഒരുപാട് നേരം ഇരുന്ന് കാല് വരുത്ത് അമ്മച്ചിക്ക് എഴുന്നേക്കാൻ വയ്യാതായി. പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലായോ? അതാണ് നമ്മുടെ അവസ്ഥ. ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു മണൽത്തരി, ഒരു മണ്ണാങ്കട്ട പോലും ഇടിഞ്ഞിട്ടില്ല ചേട്ടാ. അപ്പം ആദ്യത്തെ ദിവസം 500 പേരുണ്ടായിരുന്നു. 2ാമത്തെ ദിവസമോ 350 പേരേ ഉള്ളൂ. ബാക്കി 150 പേര് പറഞ്ഞു വെറുതെ ഈ വെയിലും കൊണ്ട് 40-40 ഡിഗ്രി ചൂടിനകത്ത് വേറെ പണിയൊന്നുമില്ല, ചുമ്മാ എല്ലാം ഹല്ലേലൂയ പാടിക്കൊണ്ട് നടക്കുകയാണ്. 2ാമത്തെ ദിവസം
ഒരു മണൽത്തരി പോലും ഇടിഞ്ഞില്ല. മൂന്നാമത്തെ ദിവസം ഒരു മണൽത്തരി പോലും ഇടിഞ്ഞില്ല. മൂന്നാമത്തെ ദിവസം 150 പേരായി. ബാക്കിയെല്ലാം പോയി, കടലിൽ പോയി. നാലാമത്തെ ദിവസം ഒരു മണൽത്തരി പോലും ഇടിഞ്ഞില്ല. അഞ്ചാമത്തെ ദിവസം ഞാനിങ്ങനെ വിചാരിച്ചായിരുന്നു, നമുക്കുള്ള ബുദ്ധി പോലും ദൈവത്തിനില്ലേ നമ്മൾ വിചാരിക്കും. നിങ്ങളെന്നാലോചിക്കും, നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഫസ്റ്റ് ഡേ നടന്ന് 4 കല്ലിലെ വിളിക്കുമ്പോൾ ഒരു 8-10 കല്ലിളകി ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ബഹളം ഉണ്ടാക്കി. നമ്മൾ ഉയ്യോ ഇപ്പോൾ ഭയങ്കര സംഭവം നടക്കുമെന്ന് പറഞ്ഞ് നമ്മൾ ഒന്ന് ഇളകിയേനെ. നമ്മൾ ചിന്തിക്കുന്നതിന് അത്രയും പോലും ദൈവം ചിന്തിക്കുന്നില്ലെന്നാണ് തോന്നുന്നു. ആറാമത്തെ ദിവസവും ഒരു മണൽത്തരി പോലും ഇളകിയിട്ട്. അപ്പോൾ എല്ലാവരും കൂടെ മടുത്ത് 75 കിലോ ഉണ്ടായിരുന്നവൻ 55 കിലോ ആയി. ഈ ചെറിയ ദൂരമൊന്നുമല്ലത്, ഇത് നടപ്പാ രാവിലെ. മനസ്സിലായോ? ഹാർട്ടിന് അസുഖമുള്ളവനോട് ഡോക്ടർ നടക്കാൻ പറഞ്ഞ പോലെ ഇതെല്ലാം നടന്ന് വെയിറ്റ് കുറഞ്ഞല്ലാതെ, വെയിൽ കൊണ്ടതും വെയിറ്റ് കുറഞ്ഞതും അല്ലാതെ ഒരു വ്യത്യാസമില്ല. അപ്പോൾ 7ാമത്തെ ദിവസം ആയപ്പോഴത്തേന് 6ാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരു 75 പേരായി. ശ്രദ്ധിക്കണം, നിൻ്റെ വിശ്വാസവും നിൻ്റെ വിശ്വസ്തതയും അതിൻ്റെ അവസാനത്തെ പടി വരെയും പരിശോധിക്കുന്നത് വരെ ദൈവം ചിലപ്പോൾ ഒന്നും മിണ്ടാത്തവനെ പോലെ നിൽക്കും. ഒന്നും മിണ്ടാത്തവനെ പോലെ നിൽക്കും. മനസ്സിലായോ? അവസാനം വരെ എത്ര പേര് നിൽക്കും എന്ന് ദൈവത്തിന് അറിയേണ്ടതുണ്ട്. ജീവിതത്തെ തോരാത്ത കണ്ണുനീരിൻ്റെ എന്ന് പറഞ്ഞാൽ നന്ദി പറഞ്ഞ് കണ്ണുനീര് മാത്രം, നന്ദി കൊണ്ട് കണ്ണുനീര് ഒഴുക്കാൻ മാത്രം പറ്റുന്ന വിധത്തിൽ ലോകത്തൊരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നീ കാണണമെങ്കിൽ നീ അവസാനം വരെ വിശ്വസിച്ച് നിൽക്കേണ്ടതുണ്ട്. അവസാനം വരെ മടുപ്പിക്കുന്ന 1000 അനുഭവങ്ങൾ ആത്മീയ ജീവിതത്തിൽ വരും. ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന തോന്നലുകളുണ്ടാവും. എത്ര പ്രാർത്ഥിച്ചാലും മറുപടി വരുന്നില്ലല്ലോ എന്ന് ഹൃദയം സങ്കടപ്പെടും. ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖവും ദുരിതവും പെരുകുന്നതല്ല, അതൊരു കുറവില്ലല്ലോ എന്ന് നീ ആദ്യം ഉണ്ടാകുലപ്പെട്ട് കരയുന്ന ഒരവസ്ഥയിൽ എത്തും. ലാസർ മരിച്ചിട്ട് കർത്താവ് 1-ാം ദിവസം എത്തിയില്ല, 2-ാം ദിവസം എത്തിയില്ല, 3-ാം ദിവസം എത്തിയില്ല, 4-ാം ദിവസം യഹൂദന്റെ പാരമ്പര്യം അനുസരിച്ച് മാംസത്തിൽ നിന്ന് അസ്ഥി വേർപെട്ട് മാംസം അഴുകാൻ തുടങ്ങുന്ന 4-ാം ദിവസം കർത്താവ് എത്തി. ആ കല്ലറയുടെ മുമ്പിൽ നിന്നു. ആ കല്ലെടുത്ത് മാറ്റാൻ ആവശ്യപ്പെട്ടു. വിളിച്ചു പറഞ്ഞു, ലാസറേ പുറത്തു വരിക. ഒന്നും നടക്കില്ല എന്ന് ലോകം പറയുന്നൊരു മോമെന്റിൽ ദൈവം നടന്നു വരും. ഹല്ലേലൂയ. മനസ്സിലായോ? അതങ്ങനെയാണ്. അതെന്താ അറിഞ്ഞൂടാ. ദൈവത്തിൻ്റെ ലോജിക്ക് അതാണ്. അറിഞ്ഞൂടാ. 7-ാമത്തെ ദിവസം 75 വരെ ഉള്ളൂ. എല്ലാവരെയും പോയി വിളിച്ചു. മധ്യസ്ഥ പ്രാർത്ഥനക്കാരൊക്കെ വീടാന്തരം കയറി ഇറങ്ങി. നിങ്ങൾ വരുന്നോ? അയ്യോ ഞങ്ങൾ വരുന്നില്ല. ഞങ്ങൾ കുറേ നടന്നതല്ലേ, നിങ്ങൾ നാരങ്ങവെള്ളം പോലും തന്നില്ലല്ലോ. ഇല്ലല്ലോ, ഞങ്ങൾ വരുന്നില്ല. പിന്നെ നിങ്ങളങ്ങ് നടന്നാൽ മതി. കല്ലിടിയുമ്പോൾ പറയണേ, ഞങ്ങൾ ഫോട്ടോ എടുക്കുക, സെൽഫി എടുക്കാൻ വരാം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി വിട്ടു. 7-ാമത്തെ ദിവസം അപ്പോൾ ആശ്വസിച്ചിരിക്കുകയാണ്. ഒരു പ്രാവശ്യം നടന്നാൽ മതിയല്ലോ. ദൈവം പറയുകയാണ്, 7 പ്രാവശ്യം നടക്കണം. 7 പ്രാവശ്യം നടക്കണം. 7 6 13 7 പ്രാവശ്യം. 1-ാമത്തെ പ്രാവശ്യം നടന്നു, ഒന്നും നടന്നില്ല. 2 3 4 5 6 7 ഒന്നും നടന്നിട്ടില്ല. 7-ാം പ്രാവശ്യവും വലം വെച്ച് കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ച്, ജോഷുവ നിർദ്ദേശിച്ചതനുസരിച്ച് ഈ ജനം ഉച്ചത്തിൽ അട്ടഹസിച്ചു. അവർ ദൈവത്തെ ഉച്ചസ്വരത്തിൽ ആരാധിച്ചട്ടഹസിച്ച് സ്തോത്രം ചെയ്തപ്പോൾ ഭൂമിയിൽ ഒരു മനുഷ്യനും ഒരു സാമ്രാജ്യത്തിനും ഒരു അധികാരിക്കും ഒരു ആയുധബലത്തിനും ഒരു അംഗബലത്തിനും ഒരു ആയുധ ശക്തിക്കും തകർക്കാൻ പറ്റാത്ത പ്രതിരോധ്യമാം വിധം തലയുയർത്തി നിന്ന ഒരു കോട്ട ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് അവന്റെ മുമ്പിൽ ഇങ്ങനെ തലകുമ്പിട്ട് നിന്നു.
ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഇടിഞ്ഞു വീണ കോട്ടയിൽ ഇടിയാതെ ഒരു വീട് മാത്രം നിന്നു. ഒരു വീട് മാത്രം. ആരുടെ വീടാണെന്നറിയാമോ? റാഹാബ് എന്ന വേശ്യയുടെ വീട്, റാഹാബ് എന്ന പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ വീട്. എന്തുകൊണ്ടെന്നറിയാമോ? അവൾ ദൈവം പറഞ്ഞ വാക്കുകളെ വിശ്വസിച്ച് ദൈവത്തിന്റെ മക്കൾക്ക് അവരുടെ വീട്ടിൽ അഭയം കൊടുത്തപ്പോൾ ആ ദൈവമക്കൾ പറഞ്ഞു, ഞങ്ങളുടെ ദൈവം ആകാശത്ത് നിന്ന് അത്ഭുതം പ്രവർത്തിച്ച് ഈ ജെറിക്കോയുടെ കോട്ട ഇടിച്ചിടുമ്പോൾ നിന്റെ വീട് മാത്രം ഇടിയാതെ നിൽക്കും. പറഞ്ഞു ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? റാഹാബ് എന്ന വേശ്യയുടെ വീട് മാത്രം ഈ കോട്ടയുടെ മുകളിൽ ഒരു ചോദ്യചിഹ്നം പോലെ തല ഉയർത്തി നിന്നു. എന്തെന്നറിയാമോ? കേട്ടോ, ഒരു മനുഷ്യന്റെ ഒരു ശക്തിക്കും തകർക്കാൻ പറ്റാത്ത കോട്ടകൾ ഇടിക്കുന്ന ആയുധബലത്തിന്റെ പേരാണ് ആരാധന. ആരാധന കൊണ്ട് മാത്രം ഇടിയുന്ന കോട്ടകളുണ്ട്. ആരാധന കൊണ്ട് മാത്രം തകരുന്ന കോട്ടകളുണ്ട്. അത് നിന്റെ ബുദ്ധി കൊണ്ടോ, ശക്തി കൊണ്ടോ, കായിക ശക്തി കൊണ്ടോ, നിന്റെ ബാങ്ക് ബാലൻസ് കൊണ്ടോ, നിന്റെ അംഗബലം കൊണ്ടോ, സ്വാധീന ശക്തി കൊണ്ടോ ഇടിയില്ല എന്ന് ഈ രാത്രിയിൽ തിരിച്ചറിഞ്ഞാൽ ഇന്ന് ദൈവരാജ്യത്തിന്റെ വിത്ത് നിന്റെ നെഞ്ചിൽ വിതയ്ക്കപ്പെടും. ഇന്ന് നീ ദൈവത്തിൻ്റെതായിട്ട് മാറും. പറഞ്ഞ ഹല്ലേലൂയ. ഇന്ന് അപരിമയമായ ഒരു ദൈവശക്തി, അതായത് ആരാധിക്കുമ്പോൾ ഇടിയുന്ന ഒരു കോട്ട. ആരാധിക്കുമ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടൊരു കാര്യമില്ല. പറഞ്ഞ ഹല്ലേലൂയ. അതായത് നമ്മൾ മനസ്സിലായി, എല്ലാ മനുഷ്യരും നമ്മളെ പറ്റിക്കും, എല്ലാവരും പറ്റിക്കും. വാക്ക് മാറാത്തത് ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കണം. അപ്പോൾ ഈ കോട്ട ഇടിയും. ഏത് കോട്ടയും ദൈവം ഇടിച്ചു തരും. വിഷമിക്കണ്ട, കർത്താവിൻ്റെ ആത്മാവ് സഹായിക്കും. അതുകൊണ്ട് പ്രിയ മക്കളെ, സഹോദരി സഹോദരന്മാരെ, കർത്താവിൽ അപ്പോൾ ഇവർ ദൈവത്തെ യഗസിയേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പറഞ്ഞനുസരിച്ച് അവർ ദൈവത്തെ ആരാധിച്ചപ്പോൾ അവരുടെ ശത്രുക്കൾ ഒന്നൊന്നായി തമ്മിലടിച്ച് തീരാൻ ദൈവം ഇടയാക്കി. ശത്രുക്കൾ ഇല്ലാതായി. അങ്ങനെ ആ നാട്ടിൽ സമാധാനം ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് കർത്താവ് ഈ രാത്രിയിൽ ദൈവാരാധനയ്ക്ക് വേണ്ടി നമ്മളെ വിളിക്കുകയാണ്. നമ്മുടെ ദൈവാരാധനയാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാന. അവിടെ നമ്മൾ ഒരുമിച്ച് ഏകമനസ്സോടെ ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ അപരിമേയമായ